ഈ ഒമാൻ തീരത്ത് വെച്ച് നമ്മുടെ 3 നാവികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഈ ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് സംഭവിച്ചതിന് ശേഷം നമ്മുടെ 3 നാവികർ മരണപ്പെട്ടതിന് ശേഷം US എംബസിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ, അതായത് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു, വളരെ ഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ? അങ്ങനെ വിളിച്ച് ചർച്ച ചെയ്ത് ചായം കൊടുത്ത് പറഞ്ഞു വിടുകയല്ല ചെയ്തത്, കൃത്യമായ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. അതെ, എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ അതിർത്തിയിൽ മറ്റേ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള സംഗതിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് നമ്മൾ ഇത്തരം വാർത്തകൾ സാധാരണ കേട്ട് പരിചയിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ നയതന്ത്ര കാര്യാലയ പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. അത്രയ്ക്ക് അത്തരം നടപടികൾക്ക് അത്രയും ഗൗരവമുണ്ട്. കടുത്ത ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ നിങ്ങളുടെ നടപടിയോട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ യോജിക്കാനാകില്ല എന്നൊരു സന്ദേശം കൊടുക്കൽ കൂടിയാണ് ഇത്. അപ്പോൾ ഇതൊരു അസാധാരണ സംഗതിയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇപ്പോഴിത് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ സമീപ ദിവസങ്ങളിലായിട്ട് 3ാമത്തെ സംഭവമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ. ഇപ്പോൾ ആക്രമണം നടന്നേക്കുന്ന പലാവു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പതാക വഹിച്ചിരുന്ന സെറ്റബെല്ലോ MT സെറ്റബെല്ലോ എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ, എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിൽ എൻജിൻ റൂമിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. അവരുടെ പേര് ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൗരസ്യ, പട്നല സുരേഷ്. ഈ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ആ കപ്പലിൽ മൊത്തം 28 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ കുറച്ച് കൗതുകകരമായൊരു സംഗതി കൂടിയുണ്ട്. ആ 28 പേരിൽ 24 പേര് ഇന്ത്യക്കാർ, 2 പേര് പാകിസ്ഥാൻകാർ, ഒരു യുക്രൈൻകാരൻ, ഒരു റഷ്യക്കാർ. ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന രാജ്യങ്ങളിലെ ആൾക്കാരാണ് ഒരു കപ്പലിൽ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംഭവത്തിൽ അമേരിക്കൻ സൈന്യം നൽകുന്ന വിശദീകരണം, ഞങ്ങളുടെ ഉപരോധം ലംഘിച്ചുകൊണ്ട് ഈ കപ്പൽ ഇറാനിൽ നിന്നുള്ള എണ്ണ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു, തുടർച്ചയായി മുന്നറിയിപ്പ് കൊടുത്തിട്ടും അത് അവഗണിച്ച് ഈ കപ്പൽ മുന്നോട്ട് തന്നെ നീങ്ങുന്നത് കണ്ടു. അങ്ങനെ പ്രിസിഷൻ സ്ട്രൈക്ക് വഴിയാണ്, അതായത് ഈ എണ്ണക്കപ്പലാണ്, ആ കപ്പൽ തകർത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രകൃതി ദുരന്തം ഉണ്ടാകും, എണ്ണ വ്യാപനം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ കപ്പലിനെ അവിടെ നിശ്ചലാവസ്ഥയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് അതിൻ്റെ എൻജിൻ റൂം ലക്ഷ്യമിട്ട് 2 മിസൈലുകൾ തൊടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നു ഇപ്പോൾ? കാര്യം തുടർച്ചയായിട്ട് ഇത് 3ാമത്തെ സംഭവം, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മാരിവെക്സ് എന്ന് പറയുന്ന മറ്റൊരു കപ്പലിന് നേരെ ഇതേപോലെ ആക്രമണം ഉണ്ടായി. അതിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു, അതും ഒമാൻ തീരത്ത് വെച്ച് തന്നെയായിരുന്നു. അതിലും ഇന്ത്യക്കാർ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ജൽവീർ എന്ന് പറയുന്ന ഒരു കപ്പൽ, അതിന് നേരെ അതിലും 20ഓളം ജീവനക്കാരുണ്ടായിരുന്നു. ആ ഒരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. അപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പോലും ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്ക് കപ്പലുകൾ സുഗമമായി ഹോർമൂസ് കടലിന് നമുക്കിവിടെ വന്ന ചരിത്രമുണ്ട്, വാർത്തയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അസാധാരണ സാഹചര്യം. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ നിലപാട് ഇവരെ കർക്കശമാക്കുന്നു എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. അത് ഒന്ന്, ഈ ആക്രമണം നടന്നിരിക്കുന്നത് നിരായുധരായിട്ടുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ്. ഏകപക്ഷീയ ആക്രമണം. ഇപ്പോൾ സൈനിക നടപടി, ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് സൈനിക നടപടി ഉണ്ടായെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ ഇത് തിരിച്ചാക്രമണമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ബോധപൂർവം ലക്ഷ്യം വെച്ച് കപ്പലിലെ ജീവനക്കാരല്ലേ, അതെ, ബോധപൂർവം നടത്തിയ ഒരു ആക്രമണം, യാദൃശ്ചികമായി ഉണ്ടതല്ല, കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണം. അത് ഒന്നാമത്തെ കാര്യം. 2, ഇത് അമേരിക്കയ്ക്ക് ഇതിൽ എന്ത് കാര്യം? കാരണം ഈ ഹോർമൂസ് കടലിൽ ഇപ്പൊ ആക്രമണം നടന്നിരിക്കുന്നത് ഒമാൻ തീരത്ത് വെച്ചാണെങ്കിൽ പോലും അവിടെ ആദ്യം ആക്ഷൻ എടുക്കേണ്ടത് ഒമാൻ സർക്കാരാണ്. അവിടെ അമേരിക്കയ്ക്ക് റോളില്ല. 2, ഈ ഹോർമൂസ് കടലെടുക്കെന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാലാണ്. അത് ഒന്ന് ഒമാൻ തീരത്തെയും പേർഷ്യൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി മാത്രമാണ് ഈ ഹോർമൂസ് കടലെടുക്ക്. അപ്പൊ അത് ഒരു അന്താരാഷ്ട്ര നിയമ കപ്പൽ ചാല ആയതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തും അവിടെ സുഗമമായി യാത്ര ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. അവിടെ ഇപ്പൊ ഇറാൻ ഉപരോധം സൃഷ്ടിച്ചാലും അമേരിക്ക ഉപരോധം സൃഷ്ടിച്ചാലും അത് പാലിക്കേണ്ട ബാധ്യതയൊന്നും ഒരു രാജ്യത്തിനുമില്ല. പക്ഷെ ഒരു സുരക്ഷാ ആശങ്ക ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അതിലൂടെ കടന്നു പോകാത്തത്. കാര്യം ഏത് സമയം ആക്രമിക്കപ്പെടാം. പക്ഷെ അങ്ങനെ ആക്രമിക്കാനായിട്ടുള്ള അവകാശം ഈ 2 കൂട്ടർക്കും ഇല്ല, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒട്ടുമില്ല. കാരണം അമേരിക്ക ഒരു ഔട്ട്സൈഡറാണ്. ഇത് ഈ പറയുന്ന ഒമാൻ ആണേലും ശരി, ഇറാൻ ആണേലും ശരി, അതിന്റെ സംരക്ഷണം അവകാശപ്പെടുന്ന 2 അടുത്തടുത്ത രാജ്യങ്ങളാണ്.
എത്രയോ ദൂരെ അതെ, ഈ അമേരിക്കയ്ക്ക് അവിടെ എന്തു കാര്യം? അപ്പൊ ഇത് കൃത്യമായി അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ്. അന്താരാഷ്ട്ര കപ്പൽച്ചാലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അമേരിക്കയ്ക്ക് ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം നിലപാടെടുക്കുന്നത്. ഇനി ഇന്ത്യ ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിക്കാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ നോക്കണം. കാരണം മുൻകാലങ്ങളിൽ അമേരിക്ക എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കുക, വിധേയപ്പെടുക എന്നുള്ളതായിരുന്നു ഒരു കുറച്ചൊക്കെ മുകളിലേക്ക് എടുക്കും. അതെ, അത് കാര്യം നമുക്ക് അവരോട് മുട്ടി നിൽക്കാനായിട്ടുള്ള ശേഷിയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അമേരിക്കയെ പോലും നമുക്ക് നമ്മുടെ കൃത്യമായ നമ്മുടെ ഉറച്ച ഭാഷയിൽ അമേരിക്കയോട് പോലും മുഖം നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തി എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അമേരിക്ക ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി അതിനൊരു കാരണമാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ അമേരിക്ക കാരണം ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം അവർക്കായതുകൊണ്ട് പല രാജ്യങ്ങളും അമേരിക്കക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. അപ്പൊ ആ ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മളും എന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു നടപടിയുടെ പിന്നിൽ ഉള്ളത്. ഇനിയിപ്പോ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങൾ ഒഴിവാക്കാം എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ ഇത്ര സംഘർഷം തുടങ്ങി വെച്ചത്. അതിനു മുമ്പും ഈ ഹോർമോസ് കടലെടുക്കെന്ന് പറയുന്നത് ഈ ഇറാന്റെ IRGC എന്ന് പറയുന്ന അവരുടെ സൈന്യമുണ്ടല്ലോ, അവരുടെ നിയന്ത്രണത്തിൽ കീഴിലാണ്. മുമ്പും അവിടെ ഈ കപ്പൽ പിടിച്ചെടുക്കലും അതേപോലുള്ള സംഗതികളും തടഞ്ഞു വെക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം കപ്പലുകൾ അങ്ങനെ നടപടിക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം ഏതാണ്ട് 29ഓളം കപ്പലുകൾ അവർക്ക് നേരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതിൽ 10 എണ്ണ ടാങ്കറുകൾ മാത്രമാണ്. ആക്രമണങ്ങൾ ഇന്ത്യൻ പതാക വഹിച്ച 5 കപ്പലുകൾ, ഞാൻ നേരത്തെ ഒരു 3 പറഞ്ഞു, അതിനു മുമ്പ് ഒരു 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതില് ഏപ്രിലിൽ നന്മാൻ ഹെറാഡ്, ജഗാർണവ് എന്നീ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. പിന്നെ ഒരു തടി കയറ്റിക്കൊണ്ടുവന്ന ഒരു ചരക്ക് കപ്പൽ, അത് ഒമാൻ തീരത്ത് വെച്ച് ഒരു ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും അതിന് നേരെ ഉണ്ടായി. 14 പേരെ ആ സംഭവത്തിന് ശേഷം എടുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം MT സ്കൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ട് 3 പേർ മരിച്ചിരുന്നു. നേരത്തെ ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ അന്നേ വേണമെങ്കിൽ ഒരു കൃത്യമായ ഒരു നിലപാട്, അന്നും നമ്മൾ ഇക്കാര്യത്തിൽ ആശങ്കയും പ്രതിഷേധവും ഒക്കെ അറിയിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഈ നയതന്ത്ര തലത്തിൽ നീങ്ങുന്നതിന് പകരം ബൈപ്പാസ് ആയിട്ട് വേറൊരു നടപടി എടുത്തു. ഇന്ത്യയിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകളുടെ സുരക്ഷ, അതിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ നേവി അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം, ഒരു നടപടിയാണ് ഉണ്ടായത്. മുമ്പേ തന്നെ ഈ അന്താരാഷ്ട്ര ചരക്ക് കടത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ ആ കരാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവിയും അതിൻ്റെ ഒരു പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളും ഈ നേവൽ സുരക്ഷയുടെ ഭാഗമായിട്ട് അവരവരുടെ നേവി വിഭാഗങ്ങളെ പലയിടങ്ങളിലായിട്ട് വിന്യസിക്കുന്നുണ്ട്. അതിനപ്പുറം ഹോർമൂസിലേക്ക് മാത്രം 7 ഇന്ത്യൻ നേവി കപ്പലുകളാണ് നമ്മൾ വിന്യസിച്ചത്. അപ്പൊ അവരുടെ ഒരു സുരക്ഷാ അകമ്പടിയോടുകൂടിയുള്ള ചരക്ക് കടത്തുകളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതും ലംഘിച്ചുകൊണ്ട് നമ്മൾ ഒരു അപകട സാധ്യതയുള്ള മേഖലയല്ല, ഹോർമൂസിൽ വെച്ചല്ല ഈ സംഭവം, ഒമാനിൽ വെച്ചാണ്, ഒമാന്റെ തീരത്ത് വെച്ചാണ്. അവിടെ നമ്മളൊരു ഇഷ്യൂ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ വെച്ചാണ് അമേരിക്ക അവരുടെ ഈ തിണ്ണമെടുക്ക് കാണിച്ചിരിക്കുന്നത്. കാരണം അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു അവരുടെ ഒരു ഈ പറയുന്ന ശക്തി പ്രകടനം നടത്തണമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഈ ഹോർമൂസ് കടലെടുക്ക് വെച്ച് ചെയ്തുകൂടാ? അവിടെയാണല്ലോ ഇറാൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ ചെന്ന് കയറി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള തന്റെ ഇടം ഇപ്പോഴും അമേരിക്കയ്ക്കില്ല. ഈ പറയുന്ന ഒമാൻ തീരത്ത് വെച്ച് ഇമാതിരി ഏർപ്പാട് ചെയ്യുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നത് ചിലപ്പം അടിക്കുന്നത് അല്ല. അവിടെ ഇപ്പൊ തന്നെ ഇറാൻ ഇപ്പോഴും ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ തകർത്തു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ല, IRGC എന്ന് പറയുന്നത് അവരെന്തിനും തയ്യാറായി, ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നുള്ള നിലപാടെടുത്തിരിക്കുന്ന ആൾക്കാരാണ്. അവര് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അവരോട് നേരിട്ട് ഏറ്റുമുട്ടാനായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴും തന്റെ ഇടം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ പറയുന്ന ഇതേപോലുള്ള സ്ഥലത്ത് വന്നിട്ടാണ് ഈ തിണ്ണമെടുക്ക് കാണിച്ചിട്ടിരിക്കുന്നത്. അതേതായാലും അംഗീകരിച്ചു കൊടുക്കുന്ന പരിപാടി തൽക്കാലം ഇല്ല.